ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഞാൻ എടുത്ത ട്രേഡ്സിൻ്റെ ഒരു അനാലിസിസ് ആണ്. ടോട്ടൽ എത്ര ട്രേഡുകളാണ് എടുത്തിരിക്കുന്നത്, ട്രേഡ് എടുത്ത റീസൺ ആൻഡ് ടോട്ടൽ പി ആൻഡ് എൽ വെരിഫൈഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓപ്ഷൻ ബൈയിങ് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ദിവസം മാക്സിമം ഒരു ട്രേഡ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. മെയിൻ ട്രേഡുകൾ ഞാൻ എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് മെയിൻ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈമിൽ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ നിഫ്റ്റിയിലും ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ എടുക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ നിഫ്റ്റി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ലോസ് അല്ലെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ ഈവൻ പ്രോഫിറ്റ് ആണെങ്കിലും. സോ ഓക്കെ, അപ്പം ഞാൻ ജനുവരി 2 എടുത്ത ട്രേഡ്, ജനുവരി 2 ഫസ്റ്റ് ട്രേഡ് എടുത്തത്. അത് ഞാൻ ഓൾറെഡി ലൈവ് ട്രേഡിംഗ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് മൺഡേ ഞാൻ ജനുവരി 5 എടുത്ത ട്രേഡ്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ജനുവരി 2 സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ് ട്രെൻഡ് ഹയർ ഹൈ ഫോർമേഷൻ ആണ് വന്നുകൊണ്ടിരുന്നത്. സോ ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെയാണ് ഞാൻ ട്രേഡ് 5 പ്ലാൻ ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് ഒരു ക്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഇനീഷ്യലി ഒരു സെല്ലിംഗ് നടന്നു. ഞാൻ വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം ഇനീഷ്യൽ സെല്ലിങ്ങിൽ ഓടിക്കയറി നമുക്കൊരു ബൈ എൻട്രി എടുക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ആണ് അല്ലേ. മേ ബി എത്ര വേണമെങ്കിലും മാർക്കറ്റ് താഴോട്ട് പോകാം. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഇൻട്രാഡേ ബ്രേക്ക്ഔട്ട് നടന്ന സമയത്ത് എക്സാക്ട്ലി ഈ ഒരു പോയിന്റിലാണ് ഞാൻ ബൈ എൻട്രി എടുത്തിരുന്നത്. കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്തു. അറ്റ് സെയിം ടൈമിൽ നിഫ്റ്റിയിലും എക്സ്പെക്ട് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഡേ ഹൈ വരെയെങ്കിലും ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി. പിന്നീട് ഇവരെ ചെറിയ വീക്ക്നെസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ചെറിയൊരു പ്രോഫിറ്റ് അവിടുന്ന് ബുക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം നിഫ്റ്റി കുറച്ചധികം പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ നോക്കിയാൽ നിഫ്റ്റിയുടെ ചാർട്ട് കുറച്ച് എക്സ്റ്റെൻഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിയർലി ഒരു 30+ പോയിന്റ് നിഫ്റ്റിയിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ജനുവരി 5 ഒരു ട്രേഡ്. ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ ഒരു സെൽ എൻട്രിക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. കാരണം ഈ ഒരു ഡയറക്ഷനിലോട്ട് തന്നെയാണ്, അതായത് ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ഡേ ജനുവരി 6 ഞാൻ സെല്ലിംഗ് എൻട്രി വേണ്ടി നോക്കി. പക്ഷേ ഇനീഷ്യലി വളരെ വലിയൊരു ഗ്രീൻ ക്യാനിൽ വന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് സെൽ എൻട്രി എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയ സമയത്ത് നിഫ്റ്റി കുറച്ചുകൂടി എക്സാക്ട്ലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെല്ലിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് സ്ട്രക്ചർ തന്നെയാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനിഷ്യലി ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, ഒരു പ്രോപ്പർ പുൾ ബാക്ക് എന്ന് പറയും. അപ്പം നിഫ്റ്റി നോക്കുന്ന സമയത്ത് ആ ഒരു വീക്ക്നെസ് കണ്ടു. അതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് ഞാൻ അവിടെ എടുത്തിരുന്നത്, സെൽ എൻട്രി. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രോഫിറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൺസ് അഗെയിൻ നിഫ്റ്റി എനിക്ക് വീണ്ടും അവിടെ ഒരു രക്ഷകനായിട്ട് വന്നു. നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ആ ഒരു ദിവസം ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തത് ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് 7 ഞാൻ സെൽ എൻട്രിക്ക് വേണ്ടിയാണ് നോക്കിയിരുന്നത്. മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നു. ഫസ്റ്റ് റിജക്ഷൻ, ഐ മീൻ സെക്കൻഡ് റിജക്ഷൻ ഈ ഒരു പോയിന്റാണ് സെൽ എൻട്രി ഞാൻ എടുത്തിരുന്നത്. ബട്ട് ആക്ച്വലി ഒന്ന് താഴോട്ട് വരാൻ നോക്കി. പിന്നെ മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് നടത്തിയ സമയത്ത് അതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത സമയത്താണ് ഞാൻ ലോസ് ബുക്ക് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ ലോസാണ്, ഒരു 10-12 പോയിന്റ് ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിഫ്റ്റിയിലും സിമിലർ തന്നെയാണ്. നിഫ്റ്റി എനിക്ക് തോന്നുന്നു കോസ്റ്റ് ടു കോസ്റ്റിലാണ് എനിക്ക് അവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബ്രേക്ക്ഔട്ട് അതൊരു ഇമോഷണൽ എക്സിറ്റ് ആയിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാമായിരുന്നു. ഈവൻ ഞാൻ സ്റ്റോപ്പ് ലോസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈസിലി ആ പ്രോഫിറ്റ് കിട്ടിയിരുന്നേനെ. പക്ഷേ ഞാൻ ഏർലി എക്സിറ്റ് ചെയ്തു. വീണ്ടും നെക്സ്റ്റ് ഡേയും എനിക്ക് നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് വീണ്ടും ഈ ഒരു പോയിന്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയുടെ ഇനീഷ്യൽ ഈ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് ഞാൻ അതായത് ഈ ഒരു അപ്സൈഡ് സ്ട്രക്ചർ ഇൻട്രാഡേ ബ്രേക്കൗട്ട് കണ്ടിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബൈ എൻട്രി ആണ് എടുത്തത്. ബട്ട് ആക്ച്വലി അതൊരു ട്രാപ്പ് ആയിരുന്നു. എക്സാക്ട്ലി അതിൻ്റെ SL അവിടെ ഹിറ്റ് ചെയ്തു. നിയർലി 90+ പോയിന്റ് ആണ് ആ ഒരു ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ബുക്ക് ചെയ്തത്. അതൊരു ഒരു നല്ലൊരു ട്രേഡ് എന്ന് ഞാൻ കണക്ക് കൂട്ടാത്തൊരു കാര്യമാണ്. ആക്ച്വലി അതൊരു ട്രാപ്പാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ കണ്ട സമയത്ത് ഒരു പ്രോപ്പർ ഇൻട്രാഡേ ബ്രേക്ക് ഡൗൺ കൂടി തന്ന സമയത്ത് ഈ ഒരു പുൾ ബാക്കിലാണ് ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സെറ്റപ്പ് എന്ന് തന്നെ പറയാം. ഒരു ഹൈലി കോൺഫിഡൻറ്റ് ട്രേഡ് ആയിരുന്നു. ഈവൻ നിഫ്റ്റി, എനിക്കൊന്ന് നിഫ്റ്റി അത്യാവശ്യം വലിയ നല്ലൊരു പ്രോഫിറ്റ് തന്നെ 9 അല്ലേ
നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിലും നല്ലൊരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് ഞാനവിടെ ക്യാപ്ചർ ചെയ്തിരുന്നു. ഇവിടുന്ന് എൻട്രി എടുത്തു. നെക്സ്റ്റ് ആ ഒരു ലെവൽ വരെ ഈസിലി ആ ഒരു പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തെ ആ ഒരു വീക്കിലുണ്ടായ ഒരു പ്രോഫിറ്റ്. പിന്നെ ഈ ഒരു വീക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മൺഡേ ഞാൻ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ നോക്കിയിരുന്നത്. കാരണം ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു. ആൻഡ് ഫസ്റ്റ് പുൾ ബാക്കിൽ തന്നെ ഞാൻ അവിടെ നിന്ന് സെൽ എൻട്രി ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്തത്. എൻട്രി എടുത്ത് ഞാൻ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തു, നിയർലി ഒരു 1 അവറിൻ്റെ അടുത്ത്. സോ അതിനുശേഷം ഇവിടുന്ന് ഞാൻ ലെസ്റ്റ് ബുക്ക് ചെയ്തു, ചെറിയൊരു ലോസ് ബുക്ക് ചെയ്തു. ടൈം ഡീക്ക് ഉള്ളതൊക്കെ കൊണ്ട് തന്നെ ഒരു ചെറിയ ലോസ് ബുക്ക് ചെയ്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ടാർഗറ്റിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തിരുന്നായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം ഒരു സ്മോൾ ലോസ് ആണ്. സോ അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച റൈറ്റ്, അവിടെയാണ് എനിക്ക് വലിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം അന്നത്തെ ദിവസം ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇനീഷ്യലി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻട്രി എടുത്തിരുന്നായിരുന്നു, സെൽ എൻട്രി. അതൊരു ഹൈലി കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ബൈയിങ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ഒരു 15 മിനിറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ബാങ്ക് നിഫ്റ്റി ഓൾസോ നിഫ്റ്റി കുറച്ചുകൂടി ഷാർപ്പ് സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഒരു വീക്ക്നെസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ഒരു വിത്തിൻ 5 മിനിറ്റ് തന്നെ ഒരു ട്രേഡ് ഞാൻ കൺസിഡർ ചെയ്തു. നിഫ്റ്റി എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിലാണ് വളരെ വലിയൊരു പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. നിയർലി 60-70 പോയിന്റ് അടുത്തോളം എനിക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്ത ട്രേഡ്. ദെൻ ബുധനാഴ്ച കഴിഞ്ഞ ദിവസം എടുത്ത ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ആയിരുന്നു. ചെറിയ പ്രോഫിറ്റ്, ഒരു മീഡിയം പ്രോഫിറ്റ്. ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ സെൽ എൻട്രി ആണ് കൺസിഡർ ചെയ്തത്. കാരണം ഈ ഒരു സ്ട്രക്ചറിനനുസരിച്ചിട്ട് ഓവറോൾ ഗ്ലോബൽ ട്രെൻഡിനനുസരിച്ചിട്ടാണ് ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തത്. വലിയൊരു മൂവ്മെൻറ്റ് താഴോട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിലാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വലിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ്, ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതായിരുന്നു എൻ്റെ ആ ഒരു 2026 ട്രേഡ്സ്. വളരെ ലിമിറ്റഡ് ട്രേഡ്സ് മാത്രമാണ്. അപ്പോൾ ആ ഒരു P&L നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ മെയിൻ ട്രേഡുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു 3 ദിവസത്തിൽ ഒരു മെയിൻ ട്രേഡുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്രൂഡ് ഓയിൽ ഒരു ട്രേഡ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടി ഇൻക്ലൂഡഡ് ആണ് ആ ഒരു P&L നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കോ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഡെയിലി ചെയ്യുന്നതായിരിക്കും.